സർവശക്തൻ നമ്മെ ശക്തീകരിച്ച് ബലപ്പെടുത്തി. ഈ രാത്രിയിൽ ഈ ആരാധനയിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യത്തിലേക്ക് ചില വാക്യങ്ങൾ നമ്മൾ ഈ രാത്രി ചിന്തിക്കപ്പെടുമ്പോൾ യേശു കർത്താവ് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കണം. ആമേൻ. 55-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. അല്ലയോ ദാഹിക്കുന്നവരെ ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. സമ്പത്തില്ലാത്തവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കിലേക്ക് വരിക. ആമേൻ. ഞാൻ നിനക്കിതെല്ലാം സൗജന്യമായി തരുവാൻ പോകുന്നു. വീഞ്ഞും പാലും സകല സമൃദ്ധിയും ഞാൻ നിനക്ക് തരുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ചിന്തകളെ ഉണർത്തുന്നത് പലപ്പോഴും ദ്രവ്യമുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ സകലതും നേടിയെടുക്കുവാൻ കഴിയൂ എന്ന 2-ാം വാക്യം മുതൽ 3-ാം വാക്യം വരെ വായിക്കുമ്പോൾ പറയുന്നത്: ഇതുകൊണ്ട് ഒരു പ്രയോജനവും നിനക്കില്ല. നീ ദ്രവ്യം കൊണ്ട് വാങ്ങുന്നത് നിനക്കത് ബലവൃത്തായി ഉപയോഗിക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്നബലവും ചെലവിടുന്നത് എന്തിന്? എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുന്ന നന്മ അനുഭവിപ്പിൻ. മിഷ്ടാന ഭോജനം കഴിച്ച് മേധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്. ആമേൻ. അതിരാവിലെ മുതൽ വൈകുന്നതുവരെ നമ്മൾ പ്രയത്നിക്കും. പക്ഷേ അതുകൊണ്ട് മിഷ്ടാന ഭോജനം കഴിച്ചിട്ടും നമുക്ക് തൃപ്തി വരുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദ്രവ്യം കൊണ്ട് അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കുവാൻ കഴിയുമോ? നമ്മളൊന്ന് ചിന്തിക്കുക. ദ്രവ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കുവാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. കർത്താവ് പറയുന്നത്: നിനക്ക് ദ്രവ്യമില്ലെങ്കിലും ശരി, നീ എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിനക്ക് സമൃദ്ധിയായിട്ടുള്ളത് സൗജന്യമായി തരുന്നു. ചിലപ്പോൾ ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താണ് പള്ളിയിൽ വരാത്തത്? അപ്പോ പറയും, അച്ചോ, എനിക്ക് കാണിക്കയിടാൻ പോലും എന്റെ കയ്യിൽ പൈസ ഇല്ല. ഹല്ലേലൂയ. എനിക്ക് കാണിക്കയിടുവാൻ പോലും എന്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ വരാത്തത്. എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ടല്ല ഞാൻ പള്ളിയിൽ വരാത്തത്, എന്റെ കയ്യിൽ കാണിക്കയിടാൻ പൈസ ഇല്ലായിരുന്നു. കർത്താവ് പറയുന്നത്: ദ്രവ്യം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നീ എന്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിനക്ക് ഇതെല്ലാം സമൃദ്ധിയായിട്ട് തരാം. ഹല്ലേലൂയ. നീ രാവിലെ മുതൽ വൈകുന്നത് വരെ അധ്വാനിച്ചിട്ടും ദ്രവ്യം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയത് അത് നിനക്ക് സമൃദ്ധിയോടുകൂടെ ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ ദ്രവ്യം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആമേൻ. കർത്താവായിരിക്കുന്ന ക്രിസ്തുവിന്റെ വാക്കിലൂടെ ദൈവവചനത്തിൽ ആശ്രയിക്കുകയും ആശ്രയം വയ്ക്കുന്നതായ മക്കൾ രാവിലെ മുതൽ വൈകുന്നത് വരെ അധ്വാനിക്കുന്നതായ അധ്വാനത്തിന്റെ ഫലം അവന് മൃഷ്ടാന ഭോജനത്തോടുകൂടെ സമൃദ്ധിയോടുകൂടെ അത് ഭക്ഷിക്കുവാനും ചിലവിടുവാനും അത് കഴിയും. അല്ല എങ്കിൽ ആ ദ്രവ്യം കൊണ്ട്, ആ പണം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവ ആശ്രയമുള്ളതായ വ്യക്തികൾക്ക്, ഹല്ലേലൂയ, ദൈവാശ്രയമില്ലാത്ത വ്യക്തികൾക്ക് ഈ ദ്രവ്യം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആമേൻ. ഒരു മനുഷ്യൻ, ഞാൻ നേരത്തെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ അവന്റെ ആയുസ്സിൽ എത്ര രൂപ ഉണ്ടാക്കും? കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൂടിപ്പോയാൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കും. 10 ലക്ഷം രൂപ ഉണ്ടാക്കും. ഒരു ആയുസ്
കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ. ചില ദിവസത്തിന് മുൻപ് ഞാൻ യൂട്യൂബിലൂടെ ഒരിത് കണ്ടു. ആമേൻ. ലോകത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ ഷൂസ് ഇട്ടിരിക്കുന്ന ഒരു വ്യക്തി. എത്ര രൂപ വരും? നമ്മുടെ ഉദ്ദേശ കണക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ ഒരു ഷൂസിന് വില എത്ര വരും? ഒരു ഉദ്ദേശ കണക്ക് പറയും. ആർക്കെങ്കിലും പറയും? 1 കോടി. ആമേൻ. പുള്ളിക്കാരന്റെ ഷൂസിന്റെ വില എന്ന് പറയുന്നത് 13 കോടിയാണ്. അത് ലോക പ്രശസ്തനായ ഒരു പാട്ടുകാരനാണ് ഇട്ടിരിക്കുന്നത്. അത് നിർമ്മിച്ചിരിക്കുന്നത് 2100 മണിക്കൂർ കൊണ്ട്. നിർമ്മിക്കപ്പെട്ടത് മുഴുവനും ഡയമണ്ട് കൊണ്ട്. നോക്കുക, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എത്രത്തോളം ആഡംബരത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയുന്നുവോ അത്രത്തോളം ആഡംബരത്തോടുകൂടെ ജീവിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവന്റെ ജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ അനുഭവിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആ ഷൂസിനെ ആമേൻ പ്രൊട്ടക്ട് ചെയ്യുവാൻ ആമേൻ അനേക ജോലിക്കാരുണ്ട്. ഹല്ലേലൂയ. സർവസമ്പന്നനായിരിക്കുന്ന കർത്താവിന്റെ കൃപ എന്റെ കൂടെ ഉണ്ട് എങ്കിൽ എന്നെ കാക്കുവാനും എന്നെ സൂക്ഷിക്കുവാനും എന്നെ സമൃദ്ധിയോടുകൂടെ വഴി നടത്തുവാനും ആ കൃപയാൽ എന്നെ അവൻ ബലപ്പെടുത്തുന്നു, എന്നെ വഴി നടത്തുന്നു. ആമേൻ. കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരിക, ഞാൻ വീഞ്ഞും പാലും നിങ്ങൾക്ക് സൗജന്യമായി തരും. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതായ ഒരു വ്യക്തിക്ക് വേർപാടിന്റെ അവസ്ഥ ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഒരു പുതുക്കത്തിന്റെ അവസ്ഥ അവന് ഏറ്റവും അത്യാവശ്യമാണ്. ആമേൻ. നമ്മൾ പാല് ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ എല്ലാവരും പാല് ഉപയോഗിക്കുന്നവരാണ്. പാലിൽ നിന്ന് ജലത്തെ വേർതിരിച്ചെടുക്കുവാൻ കഴിയുമോ ഇല്ലയോ? പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? എങ്ങനെ പറ്റും? തിളപ്പിക്കും, അത് പിരിഞ്ഞു പോണത്. അല്ലാതെ വേർതിരിച്ചെടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. വെള്ളം പ്രത്യേകം പാല് പ്രത്യേകം എടുക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. പറ്റുമോ ഇല്ലയോ? പറ്റുമോ? ഒരു അഭിപ്രായമില്ല. ഇല്ല, പറ്റില്ല. അതെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് അങ്ങനെയാണ്. പാലിൽ നിന്നും ഒരിക്കലും ജലത്തെ വേർതിരിച്ചെടുക്കുവാൻ നമുക്ക് കഴിയത്തില്ല എന്ന്. നമ്മുടെ പാൽ തിളപ്പിക്കുന്ന സമയത്ത് ഒരടപ്പ്, ഒരു 1/2 ലിറ്റർ ആണെങ്കിൽ ഒരു അര അടപ്പ് വിനാഗിരിയോ ഒരു ചെറുനാരങ്ങ നീരോ ഒന്ന് പിഴിഞ്ഞു വീട്ടണം. എന്നിട്ടൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചു കഴിയുമ്പോൾ പാലിൽ നിന്നും ജലം വേർതിരിഞ്ഞു വരും. അതിനെ ഒരു അരിപ്പിൽ അരിച്ചെടുത്താൽ പാല് ഒരു കട്ടയുടെ രൂപത്തിൽ മാറ്റപ്പെടും. ജലം വേറെ രീതിയിൽ മാറി വരും. ശുദ്ധ പച്ചവെള്ളം പോലെയായി മാറി വരും. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമ്മുടെ ചിന്ത പാലിന് മാറ്റം, രൂപാന്തരം ഉണ്ടാകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നമുക്കൊരു മാറ്റമില്ല, നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കും. ഹല്ലേലൂയ. ആ പാലിന്റെ മേൽ അല്പം വിനാഗിരി വീഴുന്നപ്പോൾ രണ്ടിനെയും വേർതിരിച്ചെടുക്കുവാൻ കഴിഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം കടന്നു വന്നാൽ നന്മ എന്ന വിശുദ്ധിയെ നമുക്ക് വേർതിരിച്ചെടുത്തു മാറ്റുവാൻ കഴിയും. എന്റെ ഉള്ളിലുള്ളതായ അശുദ്ധിയെ കളയുവാനും കഴിയും. പാലിൽ നിന്നും ജലത്തെ വേർതിരിച്ചെടുത്താൽ നമ്മൾ ഇതിൽ ഏതിനെയാണ് എടുക്കുന്നത്? പാലിനല്ലേ നമ്മൾ സ്വീകരിക്കത്തുള്ളൂ. വെള്ളത്തെ ഉപേക്ഷിച്ച് കളയും. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു വേർപാടിന്റെ അനുഭവം വരും. ആ വേർപാടിന്റെ അനുഭവത്തിലൂടെ ഞാൻ ഒരു പുതിയ രൂപത്തിൽ, ഒരു പുതിയ ഭാവത്തിലായി മാറ്റപ്പെടും. വിനാഗിരി ആ പാലിൽ വീണപ്പോൾ അത് കട്ടിപിടിക്കപ്പെട്ടതായ അവസ്ഥയിൽ മാറ്റപ്പെട്ടു വരുന്നത് പോലെ കർത്താവിന്റെ സാന്നിധ്യം എന്റെ മേൽ കടന്നു വരുമ്പോൾ ഞാൻ വേർതിരിക്കപ്പെട്ട അനുഭവത്തിൽ ഒരു പുതുക്കവും ഒരു രൂപാന്തരവും എനിക്കുണ്ടാകും.
ആമേൻ. അപ്പോൾ അശുദ്ധിയെ ആകുന്ന ജലത്തെ പുറത്തു കളഞ്ഞതുപോലെ ഞാൻ പുതിയ മനുഷ്യനായി തീർന്നു കഴിഞ്ഞാൽ എന്റെ സ്വഭാവത്തിനും എന്റെ ചിന്തകൾക്കും എന്റെ പ്രവർത്തികൾക്കും ഒരു രൂപാന്തരം ഉണ്ടായിരിക്കും. ആമേൻ. ഈ വിനാഗിരി എന്ന് പറയുന്ന സ്ഥലത്തിൽ എന്റെ ഉള്ളിൽ ആര് വരണം? ദൈവം വരണം. കർത്താവായിരിക്കുന്ന ക്രിസ്തു വരണം. ക്രിസ്തു വരുമ്പോഴാണ് ഞാൻ വേർപാടിന്റെ അവസ്ഥയിൽ വരുന്നത്. അല്ലെങ്കിൽ ഈ ജലവും പാലും ഒന്നായി ഇരിക്കുന്നത് പോലെ തന്നെ നാം ഓരോരുത്തരും ഇങ്ങനെ തന്നെ ഇരിക്കും. മാറ്റമുണ്ടാകത്തേയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ല. ഈ മാറ്റം എങ്ങനെ സംഭവിക്കും? ദിവസേന വേദപുസ്തക പാരായണവും ആമേൻ ദൈവവചന ശ്രവണത്തിലൂടെയും ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അതാണ് കർത്താവ് പറയുന്നത്, അല്ലയോ സകലരുമേ എന്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം സൗജന്യമായി തരുവാൻ പോകുന്നു. ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ആ കർത്താവെന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ കടന്നു വരുമ്പോൾ ഞാനൊരു പുതുക്കത്തിന്റെ അനുഭവത്തിലായി മാറ്റപ്പെടും. അപ്പോൾ എന്റെ ഭാവവും എന്റെ രൂപവും മാറ്റപ്പെടും. കൊള്ളാകത്തതിനെ ഞാൻ വെളിയിൽ കളയുമ്പോഴാണ് യഥാർത്ഥമാകുന്ന പാലിന്റെ ഗുണം മാറി നിൽക്കുന്നത്. ഹല്ലേലൂയ. ആ പാലിന്റെ ഗുണം മാറി വന്നു. മാറി വന്നതായ പാലിൽ നമ്മൾ ഒന്നുകൂടെ എന്ത് ചേർക്കണം? ഒരു മുട്ട കൂടെ ചേർക്കണം. ഒരു മുട്ട കൂടെ ചേർത്തിട്ട് അതിനെ ഒന്ന് സ്ക്രബ് ചെയ്ത് ഒന്ന് ടൈറ്റ് ആക്കി എടുക്കുക. ആമേൻ. അതിന്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഹല്ലേലൂയ. നമ്മൾ മാറ്റപ്പെട്ടു. കർത്താവിന്റെ വചനത്തിലൂടെ മാറ്റപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ഞാൻ മാറ്റപ്പെട്ടു. അപ്പോൾ ദൈവവചനത്തിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ ഒന്നുകൂടെ മാധുര്യമുള്ളതായ അനുഭവത്തിലേക്ക് എന്റെ ജീവിതം മാറി വരുന്നു. ഹല്ലേലൂയ. മുട്ടയും ചേർത്തു. അതിനുശേഷം അല്പം ഷുഗർ, പഞ്ചസാര കൂടി ചേർക്കുക. ഇത് മൂന്നും കൂടി ചേർന്ന് കഴിയുമ്പോൾ അതിന്റെ മധുരം പാലിന്റേതുമല്ല, മുട്ടയുടേതുമല്ല, പഞ്ചസാരയുടേതുമല്ല. മൂന്നും കൂടെ ചേരപ്പെടുമ്പോഴോ ഒരു പുതിയ ഫ്ലേവർ, ഒരു പുതിയ അനുഭവം, ഒരു പുതിയ രുചി അതിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ കർത്താവിനെ സ്വീകരിച്ച, തിരുവചനം വായിച്ച, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഭിഷേകത്താൽ നിറയപ്പെടുമ്പോഴാണ് ഞാൻ എന്ന ഭാവം എന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അല്ലയോ ദൈവമക്കളെ, നിങ്ങൾ ദ്രവ്യം കൊടുത്ത് എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയെങ്കിൽ അത് വാങ്ങിയാലും അനുഭവിക്കണം. സൗഖ്യം കിട്ടണം, വിടുതൽ നേടണമെങ്കിൽ കർത്താവിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഒരു വേർപാടിന്റെ അനുഭവത്തിൽ ഓരോ വ്യക്തികൾക്കും അത് അനുഭവിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവവചനം സ്വീകരിച്ചു, നമ്മൾ വേർപാടിൽ വന്നു. പക്ഷെ വേർപാടിൽ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഇങ്ങനെ അങ്ങ് മുമ്പോട്ട് പോയാൽ മതി. രണ്ടാമത് ആ വേർപാടിന്റെ അനുഭവത്തിൽ വന്നപ്പോൾ ഞാൻ വീണ്ടും തിരുവചനം വായിക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ നേരത്തെ ഇരുന്ന അനുഭവത്തിലല്ല, ക്രിസ്തുവിന്റെ ഭാവം എന്നിലൂടെ പുറത്തു വരുവാൻ തുടങ്ങി. മൂന്നാമത് ആമേൻ, അല്പം വചനം ഞാൻ വായിച്ച പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ചു തുടങ്ങിയപ്പോൾ എന്നിലൂടെ കടന്നു വരുന്നതായ ദിവ്യ വെളിച്ചത്തിലൂടെ സകലരും സമൃദ്ധിയും അനുഗ്രഹവും പ്രാപിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ജലവും പാലും ഒന്നിച്ചിരുന്ന അനുഭവത്തിൽ ഇരുന്നവരാണ്. എന്നാൽ ദൈവവചനം കേട്ടു, വേർതിരിക്കപ്പെട്ടു, ക്രിസ്തുവിന്റെ സഭയോടുകൂടെ ചേർന്നു. കളയേണ്ടതിനെ കളഞ്ഞു നമ്മൾ. പിന്നെ നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനെ അങ്ങ് ഇരുന്നാൽ മതി, ക്രിസ്ത്യാനിയായിട്ട് അങ്ങനെ അങ്ങ് ഇരുന്നാൽ മതി, പള്ളിയിൽ പോവുക, വരിക, എന്റെ കാര്യം നോക്കുക. ആമേൻ, ആമേൻ. അങ്ങനെയല്ല. വേർപാടിന്റെ അനുഭവത്തിൽ വന്നവൻ ഒന്നുകൂടെ ക്രിസ്തുവിനെ രുചിച്ചറിയണമെന്ന് പറഞ്ഞ ആഴമായി വിശുദ്ധ വേദപുസ്തകത്തെ വായിച്ചു തുടങ്ങുമ്പോൾ ആമേൻ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു വേർതിരിക്കപ്പെട്ട അവസ്ഥയിലെല്ലാം അതിൽ നിന്നും അവനെ ഒന്നുകൂടെ ഉയർത്തുവാൻ തുടങ്ങും. ഹല്ലേലൂയ. വേദപുസ്തകം വായിച്ച് ധ്യാനിക്കുവാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ വെളിവിടുമ്പോഴാണ് ആമേൻ സകല പ്രഭുക്കന്മാരോടും കൂട്ടത്തിൽ അവനെ ഇരുത്തുകയും അവനെ ദേശത്തിലെ അധിപതിയാക്കി കർത്താവ് മാറ്റുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ വേർപാടിന്റെ അവസ്ഥയിൽ വന്നു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി ഞാൻ മുൻപോട്ടുമില്ല പുറകിലോട്ടുമില്ല. കർത്താവ് വന്നാൽ എനിക്ക് സ്വർഗത്തിൽ പോണം. ഹല്ലേലൂയ.
ആമേൻ. കർത്താവിന്റെ ഭാവം എന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നില്ല. ഞാൻ ക്രിസ്ത്യാനി എന്ന പേരെനിക്ക് മതി. ഞാനൊരു രൂപാന്തരം വന്നു കഴിഞ്ഞു, ഇനി എനിക്ക് ഇത് മതി. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, നീ ഇങ്ങനെ ഇരിക്കുവാനുള്ളവനല്ല. ഒന്നുകൂടെ ശക്തിയാകുമ്പോഴാണ് ദേശത്തിലെ അധിപതികളോടുകൂടെ വാഴുവാൻ ആമേൻ നിന്നെ സമർത്ഥ്യമുള്ളവനാക്കി കർത്താവ് മാറ്റുന്നത്. ദേശത്തിലെ അധിപതി എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ആവശ്യമാകുന്ന ആരോഗ്യം തരും, വിടുതൽ തരും. അപ്പോൾ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ശക്തനായി മാറും. ഹല്ലേലൂയ. വീണ്ടും എന്റെ ഭവനത്തിൽ എല്ലാവരെക്കാളും ശ്രേഷ്ഠനാക്കി മാറ്റും. വീണ്ടും ഹല്ലേലൂയ. നിന്ദിച്ചു മാറ്റി അപമാനിച്ച് നിർത്തിയ സ്ഥലത്തിൽ അവൻ നിന്നെ ഉയർത്തും. അപ്പോൾ കർത്താവിന്റെ മഹത്വം നിന്നിൽ നിന്നും അപ്പോഴാണ് പുറപ്പെട്ടു തുടങ്ങുന്നത്. ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ക്രിസ്തീയ ഭാവത്തിലിരിക്കുന്നു, പക്ഷേ നിന്നിൽ നിന്ന് കർത്താവിന്റെ ഭാവം പുറത്തു വരുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഞാൻ നന്നായിരുന്നാൽ മതി എന്ന സ്വഭാവക്കാരാണ് നാം ഓരോരുത്തരും. പക്ഷേ അങ്ങനെയല്ല. എന്നിലൂടെ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി തിരുവചന വായനയും പ്രാർത്ഥനയും നിന്നെ ശ്രേഷ്ഠമാക്കി അവൻ മാറ്റും. അല്ല എങ്കിൽ ജലവും പാലും കൂടെ ഒന്നിച്ച് കിടന്ന് തിളയ്ക്കുന്നത് പോലെ കിടന്ന് തിളയ്ക്കത്തേ ഉള്ളൂ. ക്രിസ്ത്യാനിയാണോ എന്ന് കേട്ടാ ആണ്. ആമേൻ. ഞാൻ ക്രിസ്ത്യാനി അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. രണ്ടും കൂടെ ഇരിക്കുന്ന അക്രിസ്ത്യാനിയായിട്ട് ക്രിസ്തുവിന്റെ സഭയിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. മാറ്റമില്ല. ആമേൻ. മാറ്റമില്ല. ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി അല്ലേ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിയല്ല. കാരണം വിശ്വാസമില്ല. പാല് വെളുത്തു തന്നെ ഇരിക്കും. ആമേൻ. രണ്ടും കൂടെ ചേർന്ന് ഒരു ഭാവം. മാറ്റപ്പെട്ടു വന്നു. മാറ്റപ്പെട്ടു വന്നപ്പോൾ വിചാരിച്ചു ഇനി ഇങ്ങനെ ഇരുന്നാൽ മതി, എന്തായാലും എന്റെ പഴയ സ്വഭാവം എല്ലാം മാറി. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതി. രണ്ടാമത്, നിനി ക്രിസ്തുവിനെ അറിയും തോറുമാണ് നിന്നിൽ നിന്നും ദിവ്യ വെളിച്ചം പ്രകാശിക്കുവാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് കർത്താവിന്റെ ഭാവത്തിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പുറത്തു വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ 60 ദിവസത്തെ ഉപവാസത്തിലൂടെ കടന്നു വരുമ്പോൾ ഞാൻ എന്തെങ്കിലും നേടിയെടുത്തു, നമ്മൾ എന്തെങ്കിലും നേടിയെടുത്തു. ആമേൻ. ഒരുപക്ഷെ എനിക്ക് പറയുവാനായിട്ട് കഴിയും, ഈ ഉപവാസത്തിന്റെ 49ാമത്തെ ദിവസത്തിൽ ഞാൻ ചോദിച്ചതെല്ലാം കർത്താവ് തന്നിരിക്കുന്നു എന്നാണ് എനിക്ക് ശക്തിയായി പറയുവാൻ കഴിയും. ഹല്ലേലൂയ. 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 ഞാൻ ചോദിച്ചത് എനിക്ക് കർത്താവ് തന്നിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഒന്നുകൂടെ ശക്തിപ്പെടണം. ഹല്ലേലൂയ. ഒന്നുകൂടെ ശക്തിപ്പെടണം. ആമേൻ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞതുപോലെ, ഞാൻ ഈ ഭൂമിയിൽ ഇരുന്നതിനേക്കാളും ഞാൻ പോയതിനു ശേഷം മടങ്ങി വന്ന നിന്നോട് കൂടെ ഇരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ പ്രവർത്തിക്കും. അതിനായിട്ട് ഞാൻ എന്നെ തന്നെ ഒരുക്കുമ്പോഴാണ് ഞാൻ എന്ന ഭാവം എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതും വലിയ ജീവിതാനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ നമ്മൾ ഇവിടുത്തെ പ്രാർത്ഥനാ സ്ഥലം തുടങ്ങുന്നതിന് മുൻപാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലെല്ലാം ഒരുപാട് പ്രാവശ്യം വരുന്നവരാണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ പലരുടെ വീട്ടിൽ 3-4 പ്രാവശ്യം പോകും. എന്നാൽ ഈ പ്രാർത്ഥനാ സ്ഥലം തുടങ്ങിയതിന് ശേഷം വളരെ ചുരുക്കമാണ്. നിങ്ങളുടെ ഭവനത്തിൽ ഞാൻ എത്തിച്ചേരുന്നത് വളരെ ചുരുക്കമാണ്. ഹല്ലേലൂയ. ഓരോ ദിവസങ്ങൾ കഴിയുന്ന ഒരു കർത്താവ് ഉയർത്തുന്നു. ആമേൻ. ഈ ഉപവാസം തുടങ്ങി ഏകദേശം 30 ദിവസം കഴിയുമ്പോൾ, ഏകദേശം 25 ദിവസം കഴിയുമ്പോൾ അതിലും തിരക്കായി. ആമേൻ. ഇന്ന് ഞാൻ വാ അടച്ചിരുന്നിട്ട് 2 ആഴ്ചയാകും. രാവിലെ തുടങ്ങിയ രാത്രി 10 മണി വരെ ഒരേ സംസാരമാണ്. ഇന്ന് ഞാൻ രാവിലെ തുടങ്ങിയ സംസാരം ഇതുവരെ നിർത്തിയിട്ടില്ല. ഇവിടെ നെഞ്ചൊക്കെ വേദനിക്കുകയാണ്. ഹല്ലേലൂയ. ഇതുവരെ ഞാൻ നിർത്തിയിട്ടില്ല. കാരണം എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാല്, ഒന്നിനു പുറകെ ആമേൻ ജനം, ദേശത്തിലെ പലരും ഇവിടെ കടന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നു. ആമേൻ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ എന്റെ കൂടെ നടക്കുന്ന പയ്യന്മാരെല്ലാം പറഞ്ഞു, സാറ് പണ്ടാണെങ്കിൽ മണിക്കൂർ കണക്ക് നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പോൾ നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ കുറച്ച് സമയമെങ്കിലും സാർ കണ്ടെത്തുന്നു. ഹല്ലേലൂയ. ഞാൻ ഇതെന്തുകൊണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞാല്, ആമേൻ, അവരോട് പോലും സംസാരിക്കുവാനായിട്ടുള്ള സമയം വേർതിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ആമേൻ.
ഞാൻ കർത്താവിലാകുമ്പോൾ ദേശത്തിലെ സകലരും നിന്നെ അന്വേഷിച്ച് നിന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ, ആമേൻ. അതാണ് 3-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ചെവി ചായ്ച്ച എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. ദാവീദിന്റെ നിശ്ചല കൃപയാൽ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയായും വംശങ്ങൾക്ക് പ്രഭുവായും അധിപതിയായും ആക്കി വച്ചിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതി നിന്നെ വിളിക്കും, നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തം, ഇസ്രായേലിന്റെ പരിശുദ്ധ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കയാൽ തന്നെ നിന്റെ അടുക്കൽ ഓടി വരും. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിച്ച വേർതിരിക്കപ്പെട്ട് മാറുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലൂടെ പുറത്തു വരികയും അപ്പോൾ നാം അറിയാത്തതായ ജനം പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വരും. ഹല്ലേലൂയ. ഞാൻ ഇത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാല്, ഏകദേശം കഴിഞ്ഞ 30 ദിവസങ്ങൾ കൊണ്ട് ഞാൻ അറിയാത്ത പലരും കേരളത്തിനകത്ത് നിന്ന് വിളിച്ചിട്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. പലരും എന്നെ വിളിച്ചിട്ടേയിരിക്കുന്നു. കാരണം ഇതാണ് വേദപുസ്തക അടിസ്ഥാനത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, നീ അറിയാത്ത ജാതികൾ ദേശക്കാരും നിന്റെ അടുക്കൽ ഓടി വരും. എന്തിനാ? നിന്നിലൂടെ പ്രവർത്തിക്കുന്നതായ ക്രിസ്തുവിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിടുതൽ പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. ഈ ഉപവാസം കഴിഞ്ഞ മാസം 3-ാം തീയതി തുടങ്ങി ഇവിടെ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന പലരും പറയുന്നത്, ആ റോഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പോൾ കയറാൻ പറ്റുന്നില്ല എന്നാണ്. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന പലരും, സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന പലരും, ആ റോഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് എനിക്ക് കയറി വരാൻ പറ്റുന്നില്ല. രണ്ടാമത് വീണ്ടും പറയുന്നതാണ്, നേരത്തെ ഇരുന്നത് പോലെയല്ല ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ കൈയും കാലും ഭൂലോകം മുഴുവനും കറങ്ങുകയാണെന്ന്. ഹല്ലേലൂയ, ആമേൻ. 2 ദിവസത്തിന് മുൻപ് ഒരാൾ പ്രാർത്ഥനയ്ക്കായി ഇവിടെ വന്നു. 3-4 പേരായിട്ടാണ് വരുന്നത്. വരുമ്പോൾ അവർ പറഞ്ഞത്, അച്ചോ, ഞങ്ങൾ ഇവിടെ വരുന്നത് വരെ ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയുമേ, ഇതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് കയറിയതിന് ശേഷമോ എന്റെ കിളി പറന്നുപോയി എന്നാണ്. ആമേൻ. ആ വ്യക്തി പറയുന്നതാണ്. നമ്മുടെ വിതിരയിലുള്ള ആളാണ്, എനിക്കറിയത്തില്ല, കണ്ടിട്ടില്ല, ആരോ ചോദിച്ചറിഞ്ഞിവിടെ വന്നതാണ്. ഇവിടെ വരുന്നത് വരെ എനിക്കൊരു ധാരണയും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഇരുന്നതിനു ശേഷമോ ആമേൻ, എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, ആമേൻ. ക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കുമ്പോൾ ആമേൻ, പാലും ജലവും ഒരുമിച്ചിരുന്ന് തിളയ്ക്കുന്നത് പോലെയല്ല. അതിൽ അല്പം വിനാഗിരി വീഴുന്നപ്പോൾ അത് വേർതിരിക്കപ്പെട്ടു വന്നു. അതിൽ അല്പം മുട്ട കൂടെ ചേർത്തപ്പോഴോ അതിന്റെ ഭാവം മാറി. അതിൽ അല്പം പഞ്ചസാര കൂടി ചേർത്തപ്പോഴോ അതിന്റെ രുചിയും ഗുണങ്ങളും മാറ്റപ്പെട്ടു. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ പാരമ്പര്യത്തിലൂടെ ഇങ്ങനെ ഇരുന്നാൽ പോരാ. വേർതിരിക്കപ്പെട്ടു മാറുമ്പോഴാണ് ആമേൻ ദേശത്തിലെ സകലരും നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നതാ. ഹല്ലേലൂയ. അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകുവാൻ തക്കവണ്ണം ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്റെ വചനവും ആയിരിക്കും. നമ്മൾ എല്ലാ പേരും ഭക്ഷണം കഴിക്കുന്നു. സമ്പത്തുണ്ടെങ്കിൽ കടയിൽ പോവും, 2 കിലോ അരി, 3 കിലോ അരി, സവാള, അത് ഇതെന്ന് പറഞ്ഞ എല്ലാ സാധനവും വാങ്ങും. ഭൂമിയിൽ വിത്ത് വിളയ്ക്കാതിരുന്നാൽ എവിടെ നിന്ന് ഭക്ഷിക്കും? നമ്മൾ വിചാരിക്കും പണം ഉണ്ടെങ്കിൽ ഇതെല്ലാം കൊടുത്തു വാങ്ങാം. ശരി, പണം നമ്മുടെ കയ്യിലിരിക്കട്ടെ, അധ്വാനിച്ചു പണം നമ്മുടെ കയ്യിലുണ്ട്. സ്വർഗത്തിൽ നിന്ന് പെയ്യുന്നതായ മഴയും മഞ്ഞും ഈ ഭൂമിയിൽ വീഴാതിരുന്നാൽ വിത്ത് മുളയ്ക്കുമോ ഇല്ലയോ? ഇന്ന് അഹങ്കാരം പറഞ്ഞ് നടക്കുന്ന സകലവനും ഈ പണം കൊണ്ട് നെട്ടോട്ടമോടും. ഹല്ലേലൂയ. എവിടെ നിന്ന് അല്പ ആഹാരം കിട്ടുമെന്ന്. ആകാശത്തു നിന്ന് പെയ്യുന്നതായ മഞ്ഞും മഴയും ഈ ഭൂമിയിൽ വീഴുന്നതാ നമുക്ക് സമൃദ്ധിയോടുകൂടെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി. ആ വിത്ത് മുളച്ചില്ല എങ്കിൽ നിന്റെ സമൃദ്ധിയും
ഇന്നിരിക്കുന്ന ശരീരത്തിന്റെ മിടുക്കും കൊഴുപ്പും ശ്രേഷ്ഠിപ്പും എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഈ പണം കണ്ടോ ആമേൻ, ഈ പണം കണ്ട് നോക്കിയിരിക്കുവാൻ പറ്റുന്നതല്ലാതെ ഇതെടുത്ത് നിനക്ക് ഭക്ഷിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. നമ്മൾ ഇത്രയും ദുഷ്ടത്തനങ്ങൾ ചെയ്തിട്ടും ദൈവത്തെ മറന്ന് ജീവിച്ചിട്ടും അതാത് സമയങ്ങളിൽ മുൻപിൽ ആഹാരം വരുമ്പോൾ ചിന്തിക്കുക, ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഇന്നു മുതൽ ചിന്തിച്ചോളും ഹല്ലേലൂയ. കർത്താവ് ധാന്യമായി അവൻ ദാനമായി തരുന്നതിനെ ഭക്ഷിച്ചു പാനം ചെയ്തിട്ട് ഇന്ന് കർത്താവിനെ കുറ്റം പറഞ്ഞു നടക്കുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നേരത്തെ അന്നം കഴിക്കാതിരുന്ന് നോക്കണം ഓരോരുത്തരുടെ സ്വഭാവം മാറുന്നതറിയണമെങ്കിൽ. എന്റെ അടുത്ത് ഉപവസിച്ചവർ പലരും ഉണ്ട്. നമ്മളിപ്പോൾ ഉപവസിക്കുന്ന 49 അപ്പൂസുണ്ട്, ശ്രേയസുണ്ട്. ഇന്ന് 49ാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് ഉപവസിക്കുന്നത്. ഒരു ദിവസം ഉപവസിച്ച് വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു, അച്ചോ ഭൂമി കറങ്ങുന്നത് പോലെയൊക്കെ തോന്നുന്നുവെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് 49ാമത്തെ ദിവസം വാദോരാതെ സംസാരിക്കുന്നു. പക്ഷേ എന്റെ ശരീരത്തിന്റെ ക്ഷീണമുള്ളൂ, അത് എനിക്ക് അനുഭവപ്പെടുന്നില്ല. പലരും പറയുന്ന അച്ഛൻ പകുതിയായി പോയി എന്ന്, പക്ഷെ അത് എനിക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ യേശുവിന്റെ നാമത്തിൽ അതാണ് പറയുന്നത്, നീതിമാന്മാർ അനുനിമിഷവും പുഷ്ടി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. നീതിമാന്മാർ അനുനിമിഷവും പുഷ്ടി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും കോട്ടം സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. അവന്റെ മുൻപിൽ സകലതും നശിച്ചു പോകും. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ നമ്മൾ ചോദിക്കും, പലപ്പോഴും ഭക്ഷണത്തിന്റെ മണം, നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര മണമായിട്ട് തോന്നും. ഈ സമയത്ത് ഒരു ഭക്ഷണത്തിന്റെ മണവും ഒരു ദുഷ്ട സ്മെല്ല് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് ചോദിച്ചാല്, ദൈവം ദാനമായി തന്നതിനെ വർജിച്ചിട്ട് ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെങ്കിൽ അവൻ അത്രയും അധികം വേദനയുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അന്നം, ഓരോ നിമിഷത്തെ ആഹാരവും കർത്താവ് സൗജന്യമായി തരുന്നു. എന്റെ മകൻ മകൾ അനുനിമിഷവും ഭക്ഷിച്ചോട്ടെ. ആമേൻ. ആ ദാനമായി തരുന്നതിനെ തിന്നയിച്ചിട്ട് ആമേൻ ദൈവസന്നിധിയിൽ അല്പം പോലും നന്ദിയില്ലാത്തവരാണ്. എന്നാൽ ദൈവം സ്നേഹിക്കുന്നു. ആമേൻ. ഞാൻ സൗജന്യമായി കൊടുക്കുന്നതിനെ അവൻ ഭക്ഷിക്കാതെ ഇത്രയും അധികം വേദനയോടുകൂടെ അവൻ പ്രാർത്ഥിക്കണമെങ്കിൽ ആ പ്രാർത്ഥനയെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നിവൃത്തിയാകും. ഇതാണ് ആഹാരം കഴിക്കാതെയുള്ള ഉപവാസത്തിന് രണ്ടിനുമുള്ള വ്യത്യാസം. ഹല്ലേലൂയ. ലോകത്തിൽ നമ്മൾ ഇന്ന് എടുക്കുകയാണ് എങ്കിൽ ആഹാരം കഴിക്കാതെ ഉപവസിക്കുന്ന വിരളപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരിക്കാം ഞാൻ, അല്ലെങ്കിൽ നമ്മൾ 3 പേര്. ഹല്ലേലൂയ. ലോകത്തിൽ ഇന്ന് നമ്മൾ ഇത് ചിന്തിക്കുകയാണെങ്കിൽ വിരളപ്പെട്ട വ്യക്തികളിലായിരിക്കാം ചിലപ്പോൾ ഇന്ന് 49 ദിവസത്തിൽ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുന്നവർ. കർത്താവ് സ്വർഗത്തിലിരുന്ന് നോക്കി ആരെയാണ് നോക്കുന്നത്? അപ്പോ ആദ്യം നോക്കുന്ന ആരെ നോക്കും? ആരെ നോക്കും? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ നോക്കോ, ഇല്ലാത്തവർ നോക്കോ? നമ്മള് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ചെന്നാൽ നിരാകാര സത്യാഗ്രഹമുണ്ട്, മറ്റ സത്യാഗ്രഹവുമുണ്ട്. വിടുതൽ കിട്ടുന്ന ആർക്കാണ് ആദ്യം? നിരാകാര സത്യാഗ്രഹത്തിനാണ്. ഹല്ലേലൂയ. നമ്മളിന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നു. നിങ്ങൾ ഉപവസിച്ചോളൂ, പക്ഷേ ഈ ഭൂമിയിലെ സമൃദ്ധിക്ക് വേണ്ടി ഉപവസിക്കരുത്. ഉപവസിച്ചാൽ അത് കിട്ടും, പക്ഷെ അത് നമുക്ക് നാശമായി തീരും. പക്ഷേ ഉപവസിക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടിയിട്ട് മാത്രം. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവ് സ്വർഗത്തിലിരുന്ന് നോക്കുന്നു. ഞാൻ സൗജന്യമായി, അവൻ എന്നെ മനസ്സിലാക്കിയില്ല എങ്കിലും ഞാൻ സൗജന്യമായി കൊടുക്കുന്നതായ ഭക്ഷണം പോലും അവന് വേണ്ട എന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കുന്നു എങ്കിൽ ആ നിലവിളിയുടെ ശബ്ദം കേൾക്കുകയും, അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്, എന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. എന്താണ്? പരിശുദ്ധാത്മാവെന്ന ദാനത്തെയാണ് ഉറക്കത്തിൽ കൊടുക്കുന്നത്.
അമേൻ. ഇന്ന് പലരും ഉപവസിച്ചിട്ട് പറയും എന്റെ പ്രിയന് സൗജന്യമായി കിട്ടുമെന്ന് പറഞ്ഞ് 24 മണിക്കൂറും പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യും? അധ്വാനിക്കാതെ കിടന്നുറങ്ങും. ഹല്ലേലൂയ. സമ്പത്ത് കിട്ടത്തില്ല സൗജന്യമായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിന്റെ മേൽ അയക്കും. അതാണ് കർത്താവ് പറഞ്ഞത്, നീ വേർതിരിക്കപ്പെട്ട് മാറ്റപ്പെടുമ്പോഴാണ് എന്റെ ആത്മാവ് നിന്റെ മേൽ വരുന്നതും ദേശത്തിലെ അധിപതികൾ നിന്റെ മുൻപിൽ മുട്ടുമുടക്കുന്നതും ദേശത്തിലെ സമ്പത്ത് നിന്റെ കാൽ കീഴിലായിത്തീരുന്നതും അപ്പോഴാണ്. ഹല്ലേലൂയ. എങ്ങനെ മാറുന്നു? എന്നിലൂടെ വെളിപ്പെടുന്നതായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിന്നും, ആമേൻ, ഞാൻ എന്ന വ്യക്തിയിൽ നിന്നും എന്നിലൂടെ പ്രവർത്തിക്കുന്നതായ കൃപയുടെ ശക്തിയാൽ എന്റെ മുൻപിൽ കടന്നു വരുന്ന സകലർക്കും എന്റെ മുൻപിൽ ഇരിക്കുന്നതായ കർത്താവ് അവന് സൗഖ്യം നൽകും, അവന് വിടുതൽ നൽകും. അപ്പോൾ ദേശത്തിലെ സകലരുടെ സമ്പത്തും എവിടെ വരും? എന്റെ കാൽ കീഴിൽ വരും. അത് എനിക്കുള്ളതല്ല. ആമേൻ. എന്റെ മുൻപിൽ വേദന അനുഭവിക്കുന്ന അനേകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹല്ലേലൂയ. പലപ്പോഴും പല ദൈവ വിശ്വാസികളും പാസ്റ്റർമാരും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു, വേർതിരിക്കപ്പെട്ട് മാറ്റി വന്നപ്പോൾ അവരുടെ മുൻപിൽ വന്നതായ സമ്പത്ത് എന്ത് ചെയ്തു? അവർക്കു വേണ്ടി മാറ്റുമ്പോഴാണ് ദൈവ തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്നവൻ അവിടെ നിന്ന് താഴെ വീഴുകയും പക്ഷേ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പിശാചിന്റെ പ്രവർത്തികൾ ചെയ്യുവാനും അവൻ തുടങ്ങുന്നു. അതാണ് പറയുന്നത്, ദ്രവ്യം നിനക്ക് വന്നാൽ നീ അതിൽ മനസ്സ് വയ്ക്കരുത്. മനസ്സ് വച്ചാൽ നിന്റെ ഉള്ളിൽ പിശാച് പ്രവേശിച്ചിരിക്കുന്നു. ആ പിശാച് നിന്നെയും നിന്റെ ജീവിതത്തെയും നശിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദ്രവ്യത്തിൽ മനസ്സ് വയ്ക്കുന്നവന്റെ ഉള്ളിൽ പിശാചുണ്ട്. അത് നമ്മെയും നമ്മുടെ ജീവിതത്തെയും നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തിൽ പറയുന്നു, അത് വെറുതെ എന്റെ അടുക്കലേക്ക് വരത്തില്ല. ഹല്ലേലൂയ. മഴ പെയ്യുന്നു, ഭൂമിയെ നനപ്പിക്കുന്നു, വൃക്ഷം വിത്തുകൾ മുളച്ച ഫലം തരുന്നത് പോലെ എന്റെ വായിൽ നിന്ന് വരുന്നതായ വചനം അത് എന്റെ അടുക്കൽ വരത്തില്ല. അത് ഞാൻ ഭൂമിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ആരെല്ലാം ഏറ്റെടുക്കുന്നുവോ അവൻ സ്വീകരിച്ചിട്ട് അവന്റെ ഇഷ്ടങ്ങളെ പ്രവർത്തിച്ചിട്ടേ മടങ്ങി വരത്തുള്ളൂ. ഹല്ലേലൂയ. ആ ഭാഗം നമുക്ക് വായിക്കാം. ആമേൻ. ആഹാരവും നൽകുവാൻ തക്കവണ്ണം ഭൂമിയെ നനച്ചു ഫലവൃത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ സന്തോഷത്തോട് പുറപ്പെടും, സമാധാനത്തോട് നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ പൊട്ടിയാർക്കും. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. മുള്ളിന് പകരം സരള വൃക്ഷവും മുളയ്ക്ക് പകരം അവൻ കൊഴുന്തും മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായി തീരും. ഹല്ലേലൂയ. വേർതിരിക്കപ്പെട്ടതായ നമ്മുടെ ഉള്ളിൽ ദൈവവചനം കടന്നു വരികയും അത് അവന്റെ വായിൽ നിന്നും സകലതിനെയും നമുക്ക് സമൃദ്ധിയാക്കി തരുന്നു. അതാണ് അവൻ പറഞ്ഞത്, ദൈവാത്മാവ് സംസാരിച്ചു കഴിഞ്ഞാൽ, ആമേൻ, ഒരുവന്റെ വായിലിരുന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കഴിഞ്ഞാൽ അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത് വെറുതെ വരത്തില്ല. ആർക്കു വേണ്ടി പറയുന്നുവോ അവന്റെ മേൽ അത് നിവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. ആർക്കു വേണ്ടി പറയുന്നു അത് നിവർത്തിച്ചിരിക്കും. ആമേൻ. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതായ വാക്ക് ഒരുവന്റെ വായിൽ നിന്ന് പുറത്തു പോയാൽ അത് പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചിട്ടേ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവ സന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ജലവും പാലും ഒരുമിച്ചിരിക്കുന്നത് പോലെ വെറുതായിരുന്നാൽ പോരാ. നമ്മൾ വേർതിരിക്കപ്പെടേണ്ടവരാണ്. നമ്മൾ വേർതിരിക്കപ്പെട്ടു വന്നാലേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ല? നമ്മൾ വേർതിരിച്ച് മാറി പുതുക്കത്തിന്റെ അനുഭവത്തിൽ വരിക. സർവശക്തനായിരിക്കുന്ന ക്രിസ്തു നമ്മെ ബലപ്പെടുത്തും, അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.
ആ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് നമുക്ക് മഹത്വപ്പെടുത്തി നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് പാടാം. ഹല്ലേലൂയ. യേശുവേ, എന്നെ നീ സൗഖ്യമാക്കി, എന്നെ നീ രക്ഷിച്ച് എന്നെ നീ ബലപ്പെടുത്തണം. എന്റെ ജീവിതത്തിലെ ദോഷങ്ങളും ശാപങ്ങളെയും നീ മാറ്റിത്തരണം. കണ്ണുനീരുകളെല്ലാം നീ എന്റെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റിത്തരണം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് പാടാം. നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ആ ക്രിസ്തുവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് ആരാധിക്കാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. നമുക്ക് സമത്വം സഹായിക്കുന്നത് ശാപവും ദോഷവും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പൈശാചിക ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. നമ്മുടെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ അത് പ്രവർത്തിക്കുവാൻ കഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു. ഇത് ഗൃഹജീവിതങ്ങളുടെ കാരണങ്ങളായ കർത്താവ് നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. എന്റെ സൗഖ്യം ഇപ്പോഴായിക്കോട്ടെ. ഞാൻ രോഗികളുടെ വിലകളുടെ മക്കൾക്ക് വില നൽകട്ടെ. കടഭാരത്താൽ വേദനപ്പെടുന്നവർ, സാമ്പത്തിക പ്രതിസന്ധികളിലായിരിക്കുന്നവർ, മനസ്സ് തകർത്തിരിക്കുന്നവർ,
കണ്ണീർ ഒഴുകുന്നവർക്ക് ഈ ഒരു ആശ്വാസമായി ഇപ്പോൾ നീ ബലപ്പെടുന്നതിനായി സ്തോത്രം. യേശുവേ, ഈ ഉപവാസത്തിന്റെ ഈ ആഴ്ചയിൽ തന്നെ എന്റെ ജീവിതത്തിൽ സമാധാനം എനിക്ക് വരേണ്ടത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. യേശുവിന്റെ നാമത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ നമ്മൾ? യേശുവേ, എനിക്ക് നീ മനസ്സമാധാനം തരണം. തീരാത്ത കണ്ണുനീരിന്റെ നടുവിലാണോ നമ്മൾ? യേശുവേ, ഞാൻ കണ്ണുനീരൊഴുക്കുന്ന അവസ്ഥകളെ നീ മാറ്റിത്തരണം. കടഭാരം കൊണ്ട് വേദനപ്പെട്ട ജീവിതം എന്തെന്ന് തോന്നി ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്ന് വേദനയോടുകൂടി ആരെങ്കിലും ആയിരിക്കണമെങ്കിൽ യേശുവേ, അവരുടെ മനസ്സിന് സമാധാനവും രക്ഷയും വിടുതലും നീ നൽകട്ടെ. മക്കളുടെ ഭാവികളെ ഓർത്ത് ഭാരപ്പെടുന്നവർക്ക് ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശരീരത്തിലെ നീരുകൾ, കൈകാൽ കഴപ്പുകൾ, വേദനകൾ, നാടി തളർച്ചകൾ, ബലക്ഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ശരീരങ്ങൾക്ക് പുതിയ ജീവൻ, ശക്തി നൽകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സകലർക്കും ഇരിക്കാം. ഇപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ പുഷ്പോത്ര കാഴ്ച സ്വീകരിക്കും.
നൽകപ്പെട്ടതായ കാണിക്കകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായിരിക്കുന്ന യേശുവേ, ഈ കാണിക്കകളെല്ലാം അനുഗ്രഹിച്ച് നീ ആശീർവദിക്കണമേ. ദൈവനാമത്തിൽ കൂടുതലായി ചെലവിടുവാൻ ഒരു മക്കളെയും നീ ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പരസ്യങ്ങളായി പറയാനുള്ള കാര്യങ്ങൾ കൂടെ നാളെ വൈകുന്നേരത്തും 5 മണി മുതൽ 6:15 വരെയും 6:30 മണി മുതൽ ഏകദേശം 8 മണി വരെയും ആരാധന ഉണ്ടായിരിക്കും. ഈ ആരാധനകൾ നിങ്ങൾ കടന്നു വരുവാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ 2 ആഴ്ച കൂടെ 4:30 മണി മുതൽ 5:45 വരെയും 6 മണി മുതൽ 7:45 മണി വരെയും ആരാധന ഉണ്ടായിരിക്കും. 1-ാം തീയതി നമ്മുടെ ഉപവാസം കഴിയുന്നുണ്ട്. 10 മണി മുതൽ 1 മണി വരെയാണ് ആരാധന. എല്ലാവരും കടന്നു വരിക. സാമ്പത്തികമായി ആർക്കെങ്കിലും സഹായിക്കുവാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. അതുപോലെ നമ്മുടെ ജനറേറ്റർ 1-ാം തീയതിക്ക് വാങ്ങണം. ആരെങ്കിലും തരാൻ നമുക്കിനി ഒരു 4,000 രൂപ കൂടെ മതിയാകും. അപ്പോഴത്തേക്ക് 28,000 രൂപയാകും. ആർക്കെങ്കിലും തരാൻ മനസ്സുണ്ട് എങ്കിൽ തരാം. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവം അതിനുള്ള വഴികളെ ഒരുക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായിരിക്കുന്ന യേശുവേ, നീ കേൾപ്പിച്ച തിരുവചനത്തിനും ധ്യാനത്തിനുമായി സ്തോത്രം. ഈ മക്കളെ അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണം. സമാധാനത്തോടുകൂടി അയക്കട്ടെ. നാളത്തെ ദിവസത്തിലും അത് പങ്കുചേരുവാൻ ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാന രക്ഷയും നമ്മുടെ എല്ലാവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോ